PPD@ PS വേൾഡിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. മക്കളെ, 10ാം ക്ലാസ്സിലെ ഫിസിക്സിലെ രണ്ടാമത്തെ യൂണിറ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങിയിരുന്നു. അതിൽ 2 വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു സോളിനോയിഡിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ അതൊരു ബാർ മാഗ്നറ്റായി ഒരു മാഗ്നറ്റിനെ പോലെയാകുന്നു എന്ന് വൈദ്യുതകാന്തം, ഇലക്ട്രോ മാഗ്നറ്റ്, അതിനെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. ഇപ്പോൾ അതിൻ്റെ തുടർച്ചയായി ഇന്നത്തെ ക്ലാസ്സിൽ ഫിസിക്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് മോട്ടോർ തത്വം, മോട്ടോർ പ്രിൻസിപ്പിൾ. എന്താണ് മോട്ടോർ പ്രിൻസിപ്പിൾ? നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. മോട്ടർ എല്ലാവർക്കും അറിയാലോ. മോട്ടർ എവിടെയൊക്കെ ഉണ്ട്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സോളിനോയിഡ് പഠിച്ചല്ലോ, കമ്പിച്ചുരുൾ. ഇപ്പോൾ ഫാൻ അഴിച്ചു നോക്കിയാൽ ഫാനിൻ്റെ ഉള്ളിൽ നിറയെ ചെറിയ കുറേ കമ്പിച്ചുരുളുകൾ കാണാൻ പറ്റും. അതൊക്കെ ഇലക്ട്രോ മാഗ്നറ്റാണ്, വൈദ്യുതകാന്തമാണ്. അപ്പോൾ വൈദ്യുതകാന്തം വൈദ്യുതി കടന്നു പോകുമ്പോൾ കാന്താവുകയും ആ കാന്തം ഉണ്ടാകുമ്പോൾ അതൊരു യാന്ത്രികോർജ്ജമായിട്ട് മാറുകയും ചെയ്യുന്ന ഒരു സംഭവമാണ് മോട്ടോർ തത്വം എന്ന് പറഞ്ഞാൽ. കറങ്ങുക, മോട്ടോർ എന്ന് പറഞ്ഞാൽ തിരിയാണ്, സ്വിച്ച് ഇടുമ്പം കറങ്ങുന്ന സംവിധാനമാണ് മോട്ടോർ എന്ന് പറയുന്നത്. ഫാന് കറങ്ങുന്നു, ഫാനിൻ്റെ ഉള്ളിൽ ഇലക്ട്രിക് മോട്ടറുണ്ട്. മിക്സി കറങ്ങുന്നു, സ്വിച്ച് ഇടുമ്പോൾ മിക്സിൻ്റെ ഉള്ളിൽ മോട്ടറുണ്ട്. വാഷിംഗ് മെഷീൻ കറങ്ങുന്നു, മോട്ടറുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്വിച്ച് ഇടുമ്പോൾ തിരിയുന്ന കറങ്ങുന്ന സാധനങ്ങളുണ്ടെങ്കിൽ മനസ്സിലാക്കുക, അതിൻ്റെ ഉള്ളിലൊക്കെ ഒരു ഇലക്ട്രിക് മോട്ടോർ, ഒരു വൈദ്യുത മോട്ടോർ അതിൻ്റെ അകത്തുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ എന്താണ് മോട്ടോർ പ്രിൻസിപ്പിൾ നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു ചിത്രം വരച്ചിട്ടുണ്ട്. ഈ ചിത്രത്തിലേക്ക് നിങ്ങളൊന്ന് നോക്കുക. എന്താ ഇത്? ഒരു യു കാന്തം അല്ലേ? യു ആകൃതിയിലുള്ളൊരു മാഗ്നറ്റാണ്, യു മാഗ്നറ്റ്. അതിൻ്റെ നോർത്ത് പോൾ മുകളിലും സൗത്ത് പോൾ താഴെയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ നോർത്ത് പോളിൻ്റെ സൗത്ത് പോളിൻ്റെ ഇടയിലായിട്ട് ഒരു കണ്ടക്ടർ, ഒരു ചാലകം വെച്ചിരിക്കുന്നു. ഇവിടെ എ, ഇവിടെ ബി, ചാലകത്തിൻ്റെ 2 അറ്റങ്ങൾ, ടെർമിനലുകൾ എ ബി. ഇതൊരു കണ്ടക്ടറാണ്. ഈ കണ്ടക്ടറിനെ നമ്മളൊരു ബാറ്ററിയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇത്രയും സംവിധാനം. നമ്മളൊരു സ്വിച്ച് ഇടും. ഇവിടെ എവിടെയെങ്കിലും ഇവിടെ സ്വിച്ച് വെക്കുന്നു, ഒരു സ്വിച്ചും വെക്കുന്നു. സർക്യൂട്ട് ഓക്കെ. ഇനി നോക്കിക്കോളൂ, ഈ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കുക. ഈ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ, സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഈ കണ്ടക്ടർ, ഈ ചാലകം തെറിക്കും. ഒന്നുകിൽ അത് പുറത്തേക്ക് തെറിക്കും, അല്ലെങ്കിൽ അത് യു മാഗ്നറ്റിൻ്റെ ഉള്ളിലേക്ക് തെറിക്കും. ഒന്നുകിൽ ഇങ്ങോട്ട് തെറിക്കും, അല്ലെങ്കിൽ അങ്ങോട്ട് തെറിക്കും. ഒരു ഡയറക്ഷനിൽ എന്തായാലും തെറിക്കും എന്ന് ഉറപ്പാണ്. എന്താണ് ഇങ്ങനെ തെറിക്കാൻ കാരണം? അതാദ്യം നോക്കാം. എങ്ങോട്ടാണ് തെറിക്കുന്നതെന്നില്ല നമുക്ക് കണ്ടെത്താം. അപ്പോൾ ഈ കണ്ടക്ടറിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ ഈ കണ്ടക്ടർ എവിടെ വെച്ചു? ഈ ചാലകം എവിടെ വെച്ചത്? ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണ് വെച്ചത്, ഒരു കാന്തിക മണ്ഡലത്തിൻ്റെ ഉള്ളിലാണ് വെച്ചത്. യു കാന്തത്തിൻ്റെ ഉള്ളിലാണ്, നോർത്ത് പോളിൻ്റെ സൗത്ത് പോളിൻ്റെ ഇടയിൽ, ഇൻ ബിറ്റ്വീൻ നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ. നോർത്ത് പോളിൻ്റെ സൗത്ത് പോളിൻ്റെ ഇടയിലായിട്ടൊരു കണ്ടക്ടർ വെക്കുന്നു, അതിനെ ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യുന്നു, സ്വിച്ച് ഓൺ ആക്കുന്നു. അപ്പോൾ കണ്ടക്ടർ ഒരു സൈഡിലേക്ക്, ഒരു ഭാഗത്തേക്ക് അത് തെറിച്ചു പോകുന്നു. അപ്പോൾ എന്തേ മനസ്സിലായത്? തെറിച്ചു പോകുന്ന ഉറപ്പാണ്. എന്തേ മനസ്സിലായത്? ഒരു കാന്തിക മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചാലകത്തിലൂടെ, ഇത് ചാലകമാണ്, ആദ്യം മലയാളത്തിൽ പറയാം, പിന്നെ ഇംഗ്ലീഷ് പറഞ്ഞുതരാം. ഒരു കാന്തിക മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചാലകത്തിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ ആ ചാലകത്തിന്മേൽ ഒരു ബലം അനുഭവപ്പെടും. ആ ബലത്തിൻ്റെ ദിശയിൽ ചാലകം ചലിക്കും. ഇതാണ് മോട്ടോർ തത്വം. ഒന്നും കൂടെ പറയാം. ഒരു കാന്തിക മണ്ഡലത്തിൽ വെച്ചിരിക്കുന്ന ഒരു ചാലകം, ആ ചാലകത്തിലൂടെ വൈദ്യുതി കടത്തിവിടുമ്പോൾ ആ ചാലകത്തിന്മേൽ ഒരു ബലം അനുഭവപ്പെടുകയും ബലത്തിൻ്റെ ദിശയിൽ ചാലകം ചലിക്കുകയും ചെയ്യും.
ഇനി നോക്കാം. അപ്പോൾ ഇത് എങ്ങോട്ടാണ് തെറിക്കുക എന്നുള്ളത് നമുക്കൊന്ന് കണ്ടെത്തണം വിചാരിക്കുക. ഇപ്പം നമ്മളെ മനസ്സിൽ ഒന്നുകിൽ ഇത് പുറത്തേക്ക് തെറിക്കും, അല്ലെങ്കിൽ അകത്തേക്ക്, യുകാന്തത്തിൻ്റെ ഉള്ളിലേക്ക്, ഇങ്ങനെയാണ്. അപ്പം അതിന് മുമ്പ് ഒന്നും കൂടെ പറയാം, എന്താണ് മോട്ടോർ പ്രിൻസിപ്പിൾ. ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് വേണ്ടി പറയാം. വാട്ട് ഈസ് മോട്ടോർ പ്രിൻസിപ്പിൾ? വെൻ എ ഇലക്ട്രിക് കറണ്ട് ഈസ് പാസിംഗ് ത്രൂ എ കണ്ടക്ടർ, when electric current is passing through a conductor, it is placed in between poles of a magnet, or it is placed in a magnetic field. There will be a force acting on it. There will be a force acting on the conductor. The conductor will move to the direction of the force. ശ്രദ്ധിക്കുക, when if electric current is passing, വൈദ്യുതി കടന്നു പോകുമ്പോൾ, if electric current is passing through a conductor, ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ, when electric current is passing through a conductor, that it is placed in magnetic field. അതെവിടെ വെച്ചിരിക്കുന്നു? the conductor is placed in magnetic field. അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പം മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചിരിക്കുന്ന ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് കടത്തി വിടുമ്പോൾ there will be a force acting on the conductor. ആ കണ്ടക്ടറിന്മേൽ ഒരു ബലം അനുഭവപ്പെടും. or the conductor will be experienced by a force. കണ്ടക്ടർ ഒരു ബലത്താൽ, ഒരു ബലം കണ്ടക്ടറിന്മേൽ അനുഭവപ്പെടും. ആൻഡ് ദ കണ്ടക്ടർ വിൽ മൂവ് ടു ഇൻ ദി ഡയറക്ഷൻ ഓഫ് ദി ഫോഴ്സ്. ആ ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ അത് മൂവ് ചെയ്യുകയും ചെയ്യും. വെൻ ഇലക്ട്രിക് കറണ്ട് ഈസ് പാസിംഗ് ത്രൂ എ കണ്ടക്ടർ വിച്ച് ഈസ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് വിൽ എക്സ്പീരിയൻസ് ബൈ എ ഫോഴ്സ് ആൻഡ് ഇറ്റ് വിൽ മൂവ് in the direction of that force. This is motor principle. ഒന്നും കൂടെ പറയാം. when electric current is passed through a conductor, ഒരു കണ്ടക്ടറിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ, that is placed in a magnetic field, ആ കണ്ടക്ടർ വെച്ചിരിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡിലാണെങ്കിൽ, it will be experienced by a force, അതിന്മേൽ ഒരു ബലം അനുഭവപ്പെടും. ആൻഡ് ഇറ്റ് വിൽ മൂവ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ദി ഫോഴ്സ്, ആ ഫോഴ്സിൻ്റെ ബലത്തിൻ്റെ ഡയറക്ഷനിൽ അത് മൂവ് ചെയ്യുകയും ചെയ്യും. ദിസ് ഈസ് മോട്ടോർ പ്രിൻസിപ്പിൾ. ശരിയാ? അപ്പം കണ്ടക്ടർ എവിടെ വെക്കണം? കണ്ടക്ടർ എവിടെ വെക്കണം? ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കണം. മാഗ്നറ്റിക് ഫീൽഡിൽ കണ്ടക്ടർ വെക്കണം. എന്നിട്ടോ കണ്ടക്ടർ കൂടെ കറണ്ട് കടത്തി വിടണം. അപ്പോഴോ കണ്ടക്ടർ അവിടുന്ന് തെറിക്കുന്ന ഒരു ഫോഴ്സ് അനുഭവപ്പെടും കണ്ടക്ടറിൽ. ആ ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ, ദിശയിൽ അതങ്ങോട്ട് തെറിച്ചു പോകും, അല്ലെങ്കിൽ കറങ്ങും, അല്ലെങ്കിൽ തിരിയുക, കറങ്ങുക, തിരിയാനുള്ളൊരു പ്രവണത കാണിക്കും, ചലിക്കാനുള്ളൊരു പ്രവണത കാണിക്കും, അല്ലെങ്കിൽ ചലിക്കും, കറങ്ങും, തിരിയും. ഇതാണ് മോട്ടോർ പ്രിൻസിപ്പിൾ. എന്തിങ്ങനെ സംഭവിച്ചതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്കറിയാം, ഇതൊരു കണ്ടക്ടറാണ്. ഈ കണ്ടക്ടറിലൂടെ കറണ്ട് കടന്നു പോകുമ്പം ഇതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവില്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ? ഇലക്ട്രോ മാഗ്നറ്റ് എന്നല്ലേ നമ്മൾ അതിനെപ്പറ്റി പറയാം, ഇലക്ട്രോ മാഗ്നറ്റ്. അപ്പം ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. ആ മാഗ്നറ്റിക് ഫീൽഡും, അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡും ഇവിടെ ഉള്ളൊരു മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട് ഇല്ലേ? നോർത്ത് നിന്ന് സൗത്തേക്ക് പോകുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡും ഇതിന് ചുറ്റും ഉണ്ടാകുന്നൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ ഈ രണ്ട് മാഗ്നറ്റിക് ഫീൽഡുകൾ തമ്മിലൊരു റിയാക്ഷൻ ഉണ്ടാവില്ലേ? ഒരു റിയാക്ഷൻ ഉണ്ടാകും, ഒരു പ്രതിപ്രവർത്തനം ഉണ്ടാകും. ഒന്നുകിൽ അട്രാക്ഷനോ അല്ലെങ്കിൽ റിപ്പൽഷനോ ഉണ്ടാവും. രണ്ടിലേതെങ്കിലും ഒരു ഫോഴ്സ് അവിടെ ഉണ്ടാകും. അതാണ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഒന്നുകിൽ ഈ കണ്ടക്ടറിന് ചുറ്റുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡും യു മാഗ്നറ്റിൻ്റെ ഇടയിലുള്ള അവിടെ ഉള്ള മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ ഒരു റിയാക്ഷൻ ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാകും. ദർ വിൽ ബി ആൻ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ടു മാഗ്നറ്റിക് ഫീൽഡ്, ബിറ്റ്വീൻ ദീസ് യു മാഗ്നറ്റ് ആൻഡ് ദ ഇലക്ട്രോമാഗ്നറ്റ്.
ഇതൊരു ഇലക്ട്രോ മാഗ്നറ്റാണ്, ഇതൊരു പെർമനൻറ്റ് മാഗ്നറ്റാണ്. ഈ പെർമനൻറ്റ് മാഗ്നറ്റിൻ്റെ ഇടയിലുള്ള മാഗ്നറ്റിക് ഫീൽഡും അവിടെ വെച്ചിരിക്കുന്ന കണ്ടക്ടറിന് ചുറ്റുണ്ടായ ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് ഫീൽഡും തമ്മിലൊരു ഇൻട്രാക്ഷൻ ഉണ്ടാകും. ബിക്കോസ് ഓഫ് ദിസ് ഇൻട്രാക്ഷൻ ദർ വിൽ ബി എ ഫോഴ്സ് ഓൺ കണ്ടക്ടർ. ഇൻ ദി ഡയറക്ഷൻ ഓഫ് ദി ഫോഴ്സ് കണ്ടക്ടർ വിൽ മൂവ്. ഇനി മലയാളം കുട്ടികൾക്ക് വേണ്ടി പറയാം. ഒരു കാന്തിക മണ്ഡലത്തിൽ ഒരു ചാലകം വെച്ചിട്ട് ആ ചാലകത്തിലൂടെ വൈദ്യുതി കടത്തിവിടുമ്പോൾ മക്കളെ, ഈ ചാലകത്തിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം വേറെ ഉണ്ടാവില്ലേ? ഇവിടെ ഒരു കാന്തം ആൾറെഡി ഇല്ലേ? അതിന് പുറമേ ഈ ചാലകത്തിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം വേറെ ഉണ്ടാവില്ലേ? അപ്പോൾ അവിടെ ഉണ്ടായ കാന്തിക മണ്ഡലവും ഇവിടെ ഉള്ള കാന്തിക മണ്ഡലവും തമ്മിലൊരു പ്രതിപ്രവർത്തനം ഉണ്ടാവില്ലേ? ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാവില്ലേ? There will be an interaction between two magnetic fields. Because of this interaction, there will be a force acting on it. അപ്പോൾ ഈ രണ്ട് കാന്തിക മണ്ഡലങ്ങൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻ കൂടിച്ചേരൽ വഴി അവക്കിടയിൽ ഒരു ഫോഴ്സ്, ഒരു ബലം അനുഭവപ്പെടും. റിപ്പൽഷനോ അട്രാക്ഷനോ, ഒന്നുകിൽ ആകർഷണം അല്ലെങ്കിൽ വികർഷണം, ഇങ്ങനെ ഏതെങ്കിലും ഒരു ബലം അനുഭവപ്പെടുകയും ബലത്തിൻ്റെ ദിശയിൽ ചാലകം ചലിക്കുകയും ചെയ്യും. ഇതാണ് മോട്ടോർ തത്വം. എല്ലാവർക്കും മനസ്സിലായോ മക്കളെ? മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുകയാണ്. ഒന്നും കൂടെ പറയാം. ഒരു കാന്തിക മണ്ഡലത്തിലൊരു ചാലകം വെച്ചു, ചാലകത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടപ്പോൾ ചാലകത്തിലൊരു ബലം അനുഭവപ്പെട്ടു. എന്തേ ചാലകത്തിൽ ബലം അനുഭവപ്പെടാൻ കാരണം? ഇവിടെ ഈ യൂക്കാന്തത്തിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം ഉണ്ട്. അതിന് പുറമേ ഈ ചാലകത്തിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ അതിന് ചുറ്റും വേറൊരു കാന്തിക മണ്ഡലം ഉണ്ടാകും. ഈ രണ്ട് കാന്തിക മണ്ഡലങ്ങൾ തമ്മിലൊരു ഇൻട്രാക്ഷൻ നടക്കും, ഒരു പ്രതിപ്രവർത്തനം നടക്കും. അതിൻ്റെ ഫലമായി ഒരു ഫോഴ്സ് ഉണ്ടാകും. അവിടെ ഉണ്ടാകും. ആ ഫോഴ്സ് ഏത് ഡയറക്ഷനിലാണോ, ഏത് ദിശയിലാണോ ഫോഴ്സ് അനുഭവപ്പെടുന്നത്, ആ ദിശയിൽ ചാലകം ചലിക്കും. ഇതാണ് മോട്ടോർ തത്വം. വെൻ ഇലക്ട്രിക് കറണ്ട് ഈസ് പാസിംഗ് ത്രൂ എ കണ്ടക്ടർ ദാറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്, it will be experienced by a force. In the direction of the force, the conductor will move. This is motor principle. ഇതാണ് മോട്ടോർ തത്വം എന്ന് നമ്മൾ പറയുന്നത്. ഇനി ഒരു ചോദ്യം ഇവിടെ ഉണ്ട്. ഈ ചാലകം ഏത് ദിശയിലാണ് ചലിക്കുക? ഈ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ അത് തെറിച്ചു പോകുമെന്ന് പറഞ്ഞു. പുറത്തേക്കാണോ തെറിക്കുക, അകത്തേക്കാണോ തെറിക്കുക? യൂകാന്തത്തിൻ്റെ പുറത്തേക്കാണോ അകത്തേക്കാണോ തെറിക്കുക എന്ന് നമുക്കൊന്ന് കണ്ടെത്തണം. പുറത്തേക്കാണോ അകത്തേക്കാണോ തെറിക്കുക എന്ന് കണ്ടെത്താൻ വേണ്ടി നമുക്ക് ഒരു പുതിയൊരു നമ്മൾ മാക്സ്വെല്ലിൻ്റെ വലത് കൈ നിയമം നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? എന്തായിരുന്നു മാക്സ്വെല്ലിൻ്റെ വലത് കൈ നിയമം? ഒരു ചാലകത്തിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ അതിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം ഉണ്ടാകും. ആ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ കണ്ടുപിടിക്കാനായിരുന്നു വലത് കൈ നിയമം, വലത് കൈ പെരുവിരൽ നിയമം. അതെങ്ങനെയാണ്? ചാലകത്തിനെ ചുറ്റിപ്പിടിക്കുക അല്ലേ? തള്ളവിരൽ വൈദ്യുതിയുടെ ദിശയിൽ പിടിച്ചിട്ട് മറ്റ് 4 വിരൽ ചുറ്റിപ്പിടിക്കുമ്പോൾ ആ 4 വിരലിൻ്റെ ദിശയിലായിരിക്കും കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ ഉണ്ടാവുക. അത് മാക്സ്വെല്ലിൻ്റെ വലത് കൈ പെരുവിരൽ നിയമം, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ബൈ മാക്സ്വെൽ, ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ഇപ്പോൾ മോട്ടോർ തത്വം അനുസരിച്ച് ചാലകത്തിലൊരു ബലം അനുഭവപ്പെടും ഇല്ലേ? ഏത് ചാലകത്തിൽ? കാന്തിക മണ്ഡലത്തിൽ വെച്ചിരിക്കുന്ന ചാലകത്തിൽ. കാന്തിക മണ്ഡലത്തിൽ വെച്ച ചാലകത്തിലൊരു ബലം അനുഭവപ്പെടും. എപ്പോൾ? ആ ചാലകത്തിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ. ഒരു ചാലകത്തിൽ വൈദ്യുതി കടന്നു പോകണം. ആ ചാലകം എവിടെ വെക്കണം? കാന്തിക മണ്ഡലത്തിൽ. കാന്തിക മണ്ഡലത്തിൽ വെച്ചിരിക്കുന്ന ചാലകത്തിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ ചാലകത്തിലൊരു ബലം അനുഭവപ്പെടും. ആ ബലത്തിൻ്റെ ദിശ കണ്ടുപിടിക്കണം. ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഈസ് ടു ബി ഡിറ്റർമിൻ. ബലത്തിൻ്റെ ദിശ എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ ഫ്ലെമിങ്ങിൻ്റെ ഇടത് കൈ നിയമം, ലെഫ്റ്റ് ഹാൻഡ് റൂള്, മാക്സ്വെല്ലിൻ്റെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ കണ്ടുപിടിക്കാനായിരുന്നു. ചാലകത്തിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ അതിന് ചുറ്റുമുണ്ടാകുന്ന കാന്തിക മണ്ഡലത്തിൻ്റെ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്.
when electric current is passing through a conductor, a magnetic field is produced around the conductor. The direction of magnetic field can be determined by using Maxwell's right hand thumb rule. But in the case of motor principle, when a conductor is when electric current is passing through a conductor which is placed in magnetic field, will experienced by a force. In the direction of force, the conductor will be moved. ഏത് ഡയറക്ഷൻ, ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനാണ് ഫ്ലെമിങ്ങിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്, ബലത്തിൻ്റെ ദിശ കണ്ടുപിടിക്കാൻ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ബൈ ഫ്ലെമിങ്ങിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ. എന്താ ലെഫ്റ്റ് ഹാൻഡ് റൂൾ നോക്കുക. തമ്പ്, പോയിൻ്റ് ഫിംഗർ, മിഡിൽ ഫിംഗർ, നടുവിരൽ, ചൂണ്ടുവിരൽ, പെരുവിരൽ. ഈ 3 വിരലുകൾ പരസ്പരം ലംബമായി പിടിക്കുക. എന്താ ലംബമായി പിടിക്കുക പറഞ്ഞാൽ 90 ഡിഗ്രി. നോക്കൂ, ഈ വിരലിൻ്റെ ഇടക്കുള്ള കോൺ 90 ഡിഗ്രി, ഇതിൻ്റെ ഇടക്കുള്ള ആംഗിളും 90 ഡിഗ്രി, ഇതിൻ്റെ ഇടക്കുള്ള ആംഗിളും 90 ഡിഗ്രി. അപ്പം ഇങ്ങനെ 3 വിരലുകളും പരസ്പരം 90 ഡിഗ്രി ആകത്തക്ക രീതിയിൽ പിടിക്കണീനാണ് ലംബമായി പിടിക്കുക, പെർപെൻഡിക്കുലറായിട്ട് പിടിക്കുക എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? തമ്പ്, point finger and middle finger is arranged in perpendicular to each other. It is placed in perpendicular to each other. 3 പരസ്പരം ലംബമായി പിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം എന്നറിയോ? എന്നിട്ട് ചൂണ്ടുവിരൽ, പോയിൻ്റ് ഫിംഗർ ഷുഡ് ഇൻഡിക്കേറ്റ് ഇറ്റ് ഷുഡ് പ്ലേസ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയിൽ ചൂണ്ടുവിരൽ തിരിച്ചു വെക്കുക. പിന്നെ വൈദ്യുത പ്രവാഹത്തിൻ്റെ ദിശ, അതാണ് നടുവിരൽ. മിഡിൽ ഫിംഗർ ഇൻഡിക്കേറ്റ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറണ്ട്. കറണ്ടിൻ്റെ ദിശയിൽ നടുവിരലും കാന്തത്തിൻ്റെ ദിശയിൽ ചൂണ്ടുവിരലും പിടിക്കുക. അപ്പോൾ പെരുവിരൽ, തള്ളവിരൽ എങ്ങോട്ടാണോ തിരിഞ്ഞു നിൽക്കുന്നത്, ഇറ്റ് വിൽ ബി ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. അതായിരിക്കും ബലത്തിൻ്റെ ദിശ. നമുക്കിവിടെ നോക്കാം. കുറച്ച് ബുദ്ധിമുട്ടാണെന്നാലും ഞാൻ പിടിച്ചു നോക്കാം. നമുക്ക് ആദ്യം കറണ്ടിൻ്റെ ദിശ ഏതാ നോക്കാം. നോക്കൂ, പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്കല്ല വൈദ്യുതിയുടെ ദിശ. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇതാണ് പോസിറ്റീവ്. അപ്പോൾ കറണ്ട് ഇങ്ങനെ പോവുകയാണ്, ഇങ്ങനെ കയറി വന്നു. താഴോട്ടാണ് കറണ്ടിൻ്റെ ദിശ. ശ്രദ്ധിക്കുക, താഴോട്ടല്ല, ഇടത്തുനിന്ന് വലത്തോട്ട്. ഇതിങ്ങനെ നിൽക്കുന്നത്. യുകാന്തം ഇങ്ങനെയും കണ്ടക്ടർ ഇങ്ങനെ ക്രോസ് ആയിട്ട് നിൽക്കുന്നത്, ഇടത്തുനിന്ന് വലത്തോട്ട്. അപ്പം ഇടത്തുനിന്ന് വലത്തോട്ടാണ് കറണ്ട് പോകുന്നത്. എയിന്ന് ബിയിലേക്കാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ. പോസിറ്റീവ് നിന്ന് ഇങ്ങനെ പോയി നെഗറ്റീവിലേക്ക്. കറക്റ്റ്. ഇനി മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നോർത്തുനിന്ന് സൗത്ത് അല്ലേ? നോക്കൂ, മാഗ്നറ്റിക് ഫീൽഡ് ഇതാണ്, നോർത്തുനിന്ന് സൗത്ത്. നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്കാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഞാൻ വിരൽ പിടിക്കാൻ പോവാണ്. ശ്രദ്ധിക്കുക, ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ 90 ഡിഗ്രിയിൽ മാറ്റം വരുത്തരുത്. എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് തിരിക്കാം. ചൂണ്ടുവിരൽ അങ്ങോട്ടാക്കാം, എങ്ങോട്ടും ആക്കാം. പക്ഷേ ഈ 90 ഡിഗ്രി മാറാൻ പാടില്ല. ഓക്കെ, റെഡി? നമുക്ക് നോക്കാം. നോക്കൂ, ഞാൻ എന്ത് ചെയ്യണം? ചൂണ്ടുവിരൽ നോർത്തുനിന്ന് സൗത്തേക്ക്, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ ചൂണ്ടുവിരൽ, പോയിൻ്റ് ഫിംഗർ അല്ലേ? അപ്പം ഞാൻ അങ്ങനെ പിടിക്കണ്ടേ? പിടിക്കണം. ശരി. ഇനി നടുവിരൽ എന്ന് ബിയിലേക്ക്, പറഞ്ഞാൽ ഇടത്തുനിന്ന് വലത്തോട്ട്, ഇവിടുന്ന് ഇങ്ങോട്ട്. യു മാഗ്നറ്റ് ഇങ്ങനെ വെച്ചു, കണ്ടക്ടർ ഇങ്ങനെ വെച്ചു, കറണ്ട് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് പോണത്, ഇവിടുന്ന് ഇങ്ങോട്ടാണ് പോണത്. അപ്പോൾ നോക്കുക, ഞാൻ നോർത്തുനിന്ന് സൗത്തേക്ക് ചൂണ്ടുവിരൽ പിടിച്ചു. ഇനി എൻ്റെ ഈ നടുവിരൽ ഞാൻ ഇങ്ങനെ തിരിച്ചു വെക്കണ്ടേ? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഇങ്ങനെ വെക്കണം. ഇങ്ങനെ വെക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കൂ, ചൂണ്ടുവിരൽ നോർത്തുനിന്ന് സൗത്തേക്ക്, നടുവിരൽ എന്ന് ബിയിലേക്ക്. ഇപ്പോൾ തള്ളവിരൽ എങ്ങോട്ടാ? പുറത്തേക്കല്ല തിരിഞ്ഞിരിക്കുന്നത്. യെസ്. അപ്പം ഡയറക്ഷൻ ഓഫ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ പുറത്തേക്കായിരിക്കും, ഇങ്ങോട്ട്.
അപ്പം കണ്ടക്ടർ യു മാഗ്നറ്റിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരും. പുറത്തേക്കാണ് ഫോഴ്സ് ഉണ്ടാവുക. എങ്ങനെ കണ്ടെത്തിയത് നോക്കുക. ചൂണ്ടുവിരൽ നോർത്തുനിന്ന് സൗത്തേക്ക് പിടിച്ചു. പിന്നെ നടുവിരൽ നമ്മൾ എന്ത് ചെയ്യണം? എന്ന് ബിയിലേക്ക് ലെഫ്റ്റിന്ന് റൈറ്റിക്ക് പിടിച്ചു. അപ്പം പെരുവിരൽ തമ്പിൻ്റെ ഡയറക്ഷൻ പുറത്തേക്കാണ്. വിരൽ പിടിച്ചു നോക്കിയാൽ മതി ആ ചിത്രത്തിൽ വെച്ചിട്ട്. അപ്പോൾ തമ്പിൻ്റെ ഡയറക്ഷൻ പുറത്തേക്കാണ്. അപ്പോൾ ഫോഴ്സ് വിൽ ബി ആക്ടിങ് ഔട്ട്വേർഡ്സ്, ഔട്ട്സൈഡ് ഓഫ് ദ യു മാഗ്നറ്റിൻ്റെ പുറത്തേക്കാണ് ഫോഴ്സ് അനുഭവപ്പെടുന്നത്. അപ്പോൾ ആ ഫോഴ്സിൻ്റെ ഡയറക്ഷനിലാണ് അത് പോകുക. ഇനി നമ്മൾ ഈ ബാറ്ററി ഒന്ന് തിരിച്ചു വെച്ച് നോക്കാം. നമുക്ക് നോക്കൂ, ഈ ബാറ്ററി നമുക്കൊന്ന് തിരിച്ചു വെച്ച് നോക്കാം. ഇവിടെ പോസിറ്റീവ് ആക്കാം, ഇത് നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ്. അപ്പോൾ കറണ്ടിൻ്റെ ദിശ മാറില്ലേ? ഡയറക്ഷൻ ഓഫ് ദ കറണ്ട് വിൽ ബി ചേഞ്ച്ഡ്. കറണ്ട് ഇങ്ങോട്ട് വരും. പോസിറ്റീവ് നിന്ന് ഇങ്ങനെ വന്നു, ഇതാ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാവും. കറണ്ടിൻ്റെ ദിശ മാറി. ബാറ്ററി തിരിച്ച് വെച്ചപ്പോൾ കറണ്ടിൻ്റെ ദിശ മാറി. ഇനി ബാറ്ററി തിരിച്ചു വെക്കുമ്പം ഈ കണ്ടക്ടർ എങ്ങോട്ട് തെറിക്കും? ഉറപ്പല്ലേ? ഉള്ളിൽ കയറാറല്ലേ? ഉള്ളിക്കാവാനാണ് ചാൻസ്. ബാറ്ററി നേരത്തെ പൊസിഷനിൽ ബാറ്ററി വെച്ചപ്പോൾ പുറത്തേക്കായിരുന്നു കണ്ടക്ടർ ഫോഴ്സ് അനുഭവപ്പെട്ടത്. അപ്പം ബാറ്ററി തിരിച്ചു വെക്കുമ്പോൾ ഉള്ളിക്കാവണം. നമുക്ക് വിരൽ പിടിച്ചു നോക്കാം. നോക്കുങ്ങൾ. യെസ്, ചൂണ്ടുവിരൽ നോർത്തുനിന്ന് സൗത്തേക്ക്, കറക്റ്റ്. ഇനി നടുവിരൽ ബിന്ന് എയിലേക്ക്. അപ്പം ഇങ്ങനെ തിരിച്ചു വെക്കണ്ടേ? ഇത് മാറാൻ പാടില്ല. നോർത്തുനിന്ന് സൗത്തിലേക്ക് ചൂണ്ടുവിരൽ തിരിക്കണം. പക്ഷേ നമ്മുടെ നടുവിരൽ നമ്മൾ ഇങ്ങോട്ട് തിരിക്കണം. തിരിക്കാൻ പ്രയാസമാണ്. അങ്ങനെ വരുമ്പോൾ ഇത് ഉള്ളിലേക്കാണ് പോവുക. ഓക്കെ, കണ്ടക്ടർ ഉള്ളിലേക്ക് പോകും. യെസ്, ഫോഴ്സ് വിൽ ബി ഇൻ ദിസ് ഡയറക്ഷൻ. ഈ കണ്ടക്ടർ യു മാഗ്നറ്റിൻ്റെ അകത്തേക്ക് മൂവ് ചെയ്യും. ഇനി നമുക്ക് യു മാഗ്നറ്റ് ഒന്ന് തിരിച്ചു വെച്ച് നോക്കുക. എങ്ങനെ യു മാഗ്നറ്റ് തിരിച്ചു വെക്കുക? നേരെ തിരിച്ചു വെക്കുമ്പോൾ ഇവിടെ സൗത്തും ഇവിടെ നോർത്തും. യു മാഗ്നറ്റ് തിരിച്ചു വെച്ച് നോക്കുക. ഇനി നമുക്ക് വിരലൊന്ന് പിടിച്ചു നോക്കാം. എങ്ങനെ വിരൽ പിടിക്കണ്ടേ? വിരൽ പിടിക്കേണ്ടത് തമ്പ്, പോയിന്റ് ഫിംഗർ, മിഡിൽ ഫിംഗർ. Place them at a right angle each other. Then point finger north and south, അടിയിൽ നിന്ന് മോൾക്ക്, അടിയിൽ നിന്ന് മുകളിലേക്ക് അല്ലേ? ഇതാ പിടിച്ചു. ഇനി കറണ്ട് ബിന്ന് എയിലേക്ക്. ബി എന്ന് പറയുമ്പോൾ വലതുഭാഗം, വലത്തുനിന്ന് ഇടത്തോട്ട്. അപ്പോൾ വലത്തുനിന്ന് ഇടത്തോട്ട് കറണ്ട്. അപ്പം തമ്പ് എങ്ങോട്ടാ? പുറത്തേക്കല്ലേ? പുറത്തേക്ക്. അപ്പോൾ ഫോഴ്സ് പുറത്തേക്കായിരിക്കും. ഫോഴ്സ് പുറത്തേക്ക്. ഇനി ഇവിടെ ബാറ്ററി തിരിച്ചു വെച്ചാലോ? ബാറ്ററി തിരിച്ചു വെക്കുന്നു. പോസിറ്റീവ്, നെഗറ്റീവ്. ഓക്കെ, ഇനി വിരൽ പിടിച്ചു വെക്കുക. വിരൽ ചൂണ്ടുവിരൽ ഇത് മൂന്നും പെർപെൻഡിക്കുലറായിട്ട് വെക്കുന്നു. ഇടത്തെ കൈയാണ്, ലെഫ്റ്റ് ഹാൻഡാണ്. നോർത്തുനിന്ന് സൗത്തേക്ക് ചൂണ്ടുവിരൽ, കറക്റ്റ് അല്ലേ? ഇനി കറണ്ടിൻ്റെ ദിശ എന്ന് ബിയിലേക്കല്ല, എന്ന് ബിയിലേക്കായി തിരിച്ചു മാറിയിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കൂ, പോസിറ്റീവ് വഴിയാണ്. അപ്പോൾ കറണ്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഇങ്ങോട്ടാണ്. ഇതാണ് ഡയറക്ഷൻ ഓഫ് കറണ്ട്, താഴോട്ടാണ്. ഇങ്ങനെയാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ എന്താ സംഭവിക്കുക? വിരൽ പിടിച്ചു നോക്കുക. നമ്മൾ നോർത്തുനിന്ന് സൗത്തിലേക്ക്, നോർത്ത് അടിയിലും സൗത്ത് മുകളിലുമാണ്. അപ്പോൾ ചൂണ്ടുവിരൽ നേരെ മുകളിലേക്ക് പിടിക്കുന്നു. കറണ്ട് എന്ന് ബിയിലേക്കാണ്. അപ്പം പിന്നെ നോർത്ത് അടിയിലും സൗത്ത് മുകളിലും അല്ല, ചൂണ്ടുവിരൽ ഇങ്ങനെ പിടിക്കുന്നു. കറണ്ട് എന്ന് ബിയിലേക്കാണ്, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ്. അപ്പോൾ ഇത് ഇങ്ങനെ തിരിച്ചു വെക്കണം. ഇപ്പോൾ തമ്പ് എങ്ങോട്ടാണ് തിരിഞ്ഞിരിക്കുന്നത്? ഉള്ളിലേക്കല്ലേ?
അപ്പോൾ ഫോഴ്സ് വിൽ ബി ടുവേർഡ്സ് ഇൻസൈഡ് ഓഫ് ദി യു മാഗ്നറ്റ്. അപ്പോൾ ഫോഴ്സ് ഇങ്ങോട്ടായിരിക്കും. മക്കളെ, ഇതാണ് ലെഫ്റ്റ് ഹാൻഡ് തമ്പ് റൂൾ. ശ്രദ്ധിക്കുക. അക്കോർഡിംഗ് ടു മോട്ടോർ പ്രിൻസിപ്പിൾ, when electric current is passing through a conductor which is placed in a magnetic field will be experienced by a force that in the direction of force the conductor will tend to move in the direction of force, or the conductor will move in the direction of force. This is motor principle. കാന്തിക മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചാലകത്തിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ ചാലകത്തിന്മേലൊരു ബലം അനുഭവപ്പെടുകയും ബലത്തിൻ്റെ ദിശയിൽ ചാലകം ചലിക്കുകയും ചെയ്യുന്നു. ഇതാണ് മോട്ടോർ തത്വം. അപ്പോൾ മോട്ടോർ തത്വം അനുസരിച്ച് ചാലകത്തിൽ അനുഭവപ്പെടുന്ന ബലത്തിൻ്റെ ദിശ എങ്ങനെ കണ്ടുപിടിക്കും? ചാലകത്തിൽ അനുഭവപ്പെടുന്ന ബലത്തിൻ്റെ ദിശ, ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ കണ്ടക്ടർ ക്യാൻ ബി ഇൻഡിക്കേറ്റഡ് ബൈ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഫ്ലെമിങ്ങിൻ്റെ ഇടത് കൈ നിയമം ഉപയോഗിച്ച് നമുക്ക് ചാലകത്തിന്മേൽ അനുഭവപ്പെടുന്ന ബലത്തിൻ്റെ ദിശ കണ്ടുപിടിക്കാം. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇടത് കൈയിൻ്റെ 3 വിരലുകൾ, നടുവിരൽ, ചൂണ്ടുവിരൽ, തള്ളവിരൽ, പെരുവിരൽ എന്നിവ പരസ്പരം ലംബമായി പിടിക്കുക. എന്നിട്ട് ചൂണ്ടുവിരൽ കാന്തത്തിൻ്റെ ദിശയിലും നോർത്തുനിന്ന് സൗത്തിലേക്ക്, നടുവിരൽ വൈദ്യുത പ്രവാഹത്തിൻ്റെ ദിശയിലും വെച്ചാൽ തള്ളവിരൽ തിരിഞ്ഞു നിൽക്കുന്നത് എങ്ങോട്ടാണോ ആ ദിശയിലായിരിക്കും ബലം അനുഭവപ്പെടുന്നത്. ഇതാണ് ഫ്ലെമിങ്ങിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ. അപ്പം ചൂണ്ടുവിരൽ, പോയിൻ്റ് ഫിംഗർ ഇൻഡിക്കേറ്റ് direction of magnetic field. Middle finger indicate direction of electric current. Thumb indicate direction of force. അപ്പോൾ ബലത്തിൻ്റെ ദിശ കണ്ടുപിടിക്കുന്ന കൈ നിയമം, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ കണ്ടുപിടിക്കുന്ന കൈ നിയമം, മാക്സ്വെൽസ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. ക്ലിയർ അല്ലേ? ഓക്കെ, ശരി. ഇതാണ് മോട്ടോർ പ്രിൻസിപ്പിൾ. ഇനി ഇതനുസരിച്ച് വർക്ക് ചെയ്യുന്ന എല്ലാ ഉപകരണങ്ങളെയും നമ്മൾ എന്ത് വിളിക്കും? മോട്ടോർ എന്ന് വിളിക്കും. ഈ മോട്ടോർ തത്വം അനുസരിച്ച് പ്രവർത്തിക്കുന്ന എല്ലാ ഉപകരണങ്ങളിലും മോട്ടറുണ്ട്, ഇലക്ട്രിക് മോട്ടോർ. അപ്പോൾ ഒരു ഇലക്ട്രിക് മോട്ടോറിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ശ്രദ്ധിക്കുക, ഒരു ഇലക്ട്രിക് മോട്ടോറിൻ്റെ പ്രവർത്തന തത്വം എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഒരു ഇലക്ട്രിക് മോട്ടോറിന് പറഞ്ഞതുപോലെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കും, നോർത്ത് സൗത്ത്. അതിൻ്റെ ഇടയിൽ ഒരു ആർമേച്ചർ ഉണ്ടായിരിക്കും. ആർമേച്ചറിനെ നമ്മൾ ഇങ്ങനെ വരക്കുള്ളൂ. ശ്രദ്ധിക്കുക, ആർമേച്ചർ എന്ന് പറഞ്ഞാൽ കമ്പിച്ചുരുളാണ്. ഇങ്ങനത്തെ കമ്പിച്ചുരുളാണ്. ഓക്കെ, ഇങ്ങനെ പല രീതിയിൽ ചുറ്റിയെടുത്ത കമ്പിച്ചുരുളിനെയാണ് നമ്മൾ ആർമേച്ചർ. പക്ഷേ അതിനെങ്ങനെ സിമ്പിളായിട്ട് ഇങ്ങനെ വരക്കുള്ളൂ. ഇത് ആർമേച്ചർ, പിന്നെ കോയിലിൻ്റെ ആദ്യത്തെ എൻഡ്, ഇത് അവസാനത്തെ എൻഡ്. ഇതൊരു കമ്പിച്ചുരുളായിട്ടാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. ഓക്കെ, ഇങ്ങനെ ചുരുളാക്കി നമ്മൾ വരക്കൂല, ചിത്രം വരക്കുമ്പോൾ എന്ന് മാത്രം. ഇനി വരച്ച് കുഴപ്പമുണ്ടായിട്ടല്ല, പക്ഷേ അങ്ങനെയാണത് വരക്കുക. ഇതൊരു കമ്പിച്ചുരുളാണ്, ഒരു സോളിനോയിഡാണ് കമ്പിച്ചുരുൾ. ഇനി ഈ കമ്പിച്ചുരുളിൻ്റെ 2 അഗ്രങ്ങളിൽ നോക്കൂ, ഇവിടെ ഒരു മെറ്റാലിക് റിങ് വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മെറ്റാലിക് റിങ്, ഒരു ലോഹ വളയം, അർദ്ധവളയം, ഒരു വളയത്തിൻ്റെ പകുതി വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പുറത്തും ഒരു അർദ്ധവളയം വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ട് അർദ്ധവളയങ്ങൾ. ഓക്കെ, നോർത്ത് സൗത്ത്. ഇതൊരു മാഗ്നറ്റിക് ഫീൽഡാണ്. ഇതിനെ ഫീൽഡ് മാഗ്നറ്റ് എന്ന് പറയും. അപ്പം എൻ എസ് എന്ന് പറഞ്ഞാൽ ഫീൽഡ് മാഗ്നറ്റ്, ഫീൽഡ് കാന്തം എന്ന് മലയാളത്തിൽ എഴുതാം. ഫീൽഡ് മാഗ്നറ്റ്, ഫീൽഡ് കാന്തം. ഇനി
ഇത് R1 R2 രണ്ട് റിങ്ങുകൾ, ഹാഫ് റിങ്, അർദ്ധവളയങ്ങൾ. R1 R2 ഇവയെ നമ്മൾ ഹാഫ് റിങ്സ് അല്ലെങ്കിൽ സ്പ്ലിറ്റ് റിങ്ങുകൾ എന്നാണ് വിളിക്കുക. സ്പ്ലിറ്റ് റിങ്സ്, സ്പ്ലിറ്റ് റിങ്ങുകൾ. മലയാളത്തിലും അത് തന്നെ എഴുതിയാൽ മതി, സ്പ്ലിറ്റ് റിങ്ങുകൾ. ഇനി R1 എന്ന റിങ്ങിൽമേ സ്പർശിക്കത്തക്ക രീതിയിൽ, അതിമ ടച്ച് ചെയ്ത് നിൽക്കത്തക്ക രീതിയിൽ ഒരു ബ്രഷ് വെച്ചിട്ടുണ്ട്. B1 ഗ്രാഫൈറ്റ് കാർബണിൻ്റെ രൂപാന്തരമാണല്ലോ ഗ്രാഫൈറ്റ്. ആ ഗ്രാഫൈറ്റ് ഉപയോഗിച്ചുണ്ടാക്കിയുള്ള ബ്രഷാണ്. രണ്ട് ബ്രഷുകൾ B1 B2. ഒരു ബ്രഷ് ഇവിടെയും വെച്ചിട്ടുണ്ട്. B1 B2. അപ്പോൾ B1 എന്ന ബ്രഷ് R1 എന്ന റിങ്ങുമായിട്ട് കോണ്ടാക്റ്റിൽ നിൽക്കുന്നുണ്ട്. R2 എന്ന റിങ് B2 എന്ന ബ്രഷുമായിട്ട് കോണ്ടാക്റ്റിൽ നിൽക്കുന്നുണ്ട്. ഇങ്ങനെ ഈ ബ്രഷിലൂടെയാണ് നമുക്ക് കറണ്ട് കടത്തി വിടേണ്ടത്. ഇവിടെ ഒരു സ്വിച്ച് വെച്ചു, ഇവിടെ ബാറ്ററി വെച്ചു, പോസിറ്റീവ് നെഗറ്റീവ്. ശ്രദ്ധിക്കുക, ഇതൊരു DC ജനറേറ്റർ എന്നാണ് പറയുക. DC ജനറേറ്റർ, DC മോട്ടോർ. DC എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കറണ്ട്. ബാറ്ററിത്തെ കറണ്ടിന് നമ്മൾ DC കറണ്ട് എന്നാണ് പറയാം. AC ഉണ്ട്, DC ഉണ്ട്. അത് മൂന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ പറഞ്ഞുതരാം. ബാറ്ററിത്തെ കറണ്ട് DC കറണ്ടാണ്. അതുകൊണ്ട് ഈ മോട്ടർ വർക്ക് ചെയ്യുന്നത് DC കറണ്ടിലാണ്. അപ്പോൾ ഈ മോട്ടർ DC മോട്ടോർ എന്നാണ് പറയാം. അപ്പോൾ ഒരു DC മോട്ടറിൻ്റെ പ്രധാന ഭാഗങ്ങൾ: NS ഫീൽഡ് മാഗ്നറ്റ്, R1 R2 സ്പ്ലിറ്റ് റിങ്ങുകൾ. ഇത് കോയിൽ, ഇതിന് ആർമേച്ചർ. എന്ന് പറഞ്ഞാൽ ആർമേച്ചർ എന്നാണ് വിളിക്കുക. ആർമേച്ചർ. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ഈ സ്വിച്ച് ഓൺ ആക്കുന്നു. ശ്രദ്ധിക്കുക, S1 എന്ന് പറഞ്ഞ സ്വിച്ച്. ഈ സ്വിച്ച് ഓൺ ആക്കുമ്പം പോസിറ്റീവ് കറണ്ട് ഇങ്ങനെ കയറി വരില്ലേ? ഈ ബ്രഷിലൂടെ വന്നിട്ട് ഈ റിങ്ങുമ്മ കയറും. റിങ്ങുമെന്ന് ഇതിലൂടെ കോയിലിലേക്ക് ഇങ്ങനെ വരും. കോയിലിലൂടെ കറണ്ട് ഇങ്ങനെ പോകും. കറണ്ട് ഇങ്ങനെ താഴത്തേക്ക് വരും. ഇങ്ങനെയാണ് കറണ്ട് പോവുക. മക്കളെ, ഇതിലൂടെ കറണ്ട് പോകുമ്പം ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. ഇതിപ്പോൾ കറണ്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലേ ഇങ്ങനെ പോണത്? ഘടികാര ദിശയിൽ കറണ്ട് പോകുന്ന ഭാഗം സൗത്ത് പോൾ. ഇപ്പോൾ ഇതൊരു കാന്തമാവുമല്ലോ, വൈദ്യുത കാന്തം, ഇലക്ട്രോ മാഗ്നറ്റ് ആവുമല്ലോ. ഒരു കോയിലിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ ഇലക്ട്രോ മാഗ്നറ്റ് ആവുമല്ലോ. അപ്പോൾ ഈ ഭാഗം സൗത്ത് പോൾ, അതിൻ്റെ അപ്പുറത്തെ ഭാഗം നോർത്ത് പോളായിരിക്കും. അപ്പോൾ ഇവിടെ സൗത്തും അതിൻ്റെ എതിർഭാഗം നോർത്തും. അപ്പോൾ ഇതൊരു കാന്തമായിട്ട് മാറും ആവുമല്ലോ. ഈ കാന്തം ശ്രദ്ധിക്കുക മക്കളെ, ഇതൊരു കാന്തത്തിൻ്റെ അടിയിലല്ലേ ഈ ആർമേച്ചർ നിൽക്കുന്നത്. അപ്പോൾ ഈ ആർമേച്ചറിൽ കൂടെ കറണ്ട് കടന്നു പോകുമ്പം ഈ ആർമേച്ചർ ഒരു കാന്താവില്ലേ, മാഗ്നറ്റ് ആവില്ലേ? ആകും. അപ്പോൾ ഈ മാഗ്നറ്റിന് നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ടാവില്ലേ? ഉണ്ടാകും. മക്കളെ ശ്രദ്ധിക്കുക, ഈ നോർത്ത് പോളും അപ്പുറത്തുള്ള നോർത്ത് പോളും തമ്മിൽ റിപ്പൽഷൻ ഉണ്ടാവില്ലേ? അപ്പോൾ അതിങ്ങനെ തിരിയില്ലേ, അപ്പുറത്തേക്ക് തിരി. അങ്ങനെ തിരിഞ്ഞ് ഈ മോട്ടർ, ഈ ആർമേച്ചർ ഇങ്ങനെ തിരി. ഈ R1 എന്ന് പറഞ്ഞ റിങ് B1 വേർപെട്ട് B2 വരും. R2 എന്ന റിങ് B2 വേർപെട്ട് B1 പോകും. ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കും. നിൽക്കാതിരിയാൻ കാരണം എന്താ പറയുക നിങ്ങൾക്ക്? ഇപ്പം ഈ നോർത്ത് പോളും ആ നോർത്ത് പോളും തമ്മിൽ റിപ്പൽഷൻ നടന്നു, വികർഷണം. അപ്പം അത് അപ്പുറത്തേക്ക്, ഇത് ഇപ്പുറത്തേക്കും വന്നു. പക്ഷെ ഇങ്ങനെ വരുമ്പോഴേക്കും ഇതിങ്ങനെ 90 ഡിഗ്രി കറങ്ങുമ്പോഴേക്കും R1 എന്ന റിങ് B2 R2 എന്ന റിങ് B1 തിരിച്ചു പോകും. അപ്പോൾ ഇതുമ്മക്കൂടുള്ള കറണ്ടിൻ്റെ ദിശ മാറൂലേ? കറണ്ടിൻ്റെ ദിശ, ഇപ്പോൾ കറണ്ടിൻ്റെ ദിശ നോക്കി എങ്ങനെ വീണ്? പോസിറ്റീവ് നിന്ന് R2 R2വിൽ നിന്ന് R1 ഇപ്പോൾ കറണ്ടിൻ്റെ ദിശ. ഇനിയിത് R1 ഇപ്പുറത്തേക്കും R2 അപ്പുറത്തും എത്തുമ്പോഴോ കറണ്ടിൻ്റെ ദിശ R1 നിന്ന് R2 ആവൂലേ? തിരിച്ചാവൂലേ? ആകും. അപ്പോൾ ഈ റിങ്ങിൻ്റെ സ്ഥാനം മാറുന്നതിനനുസരിച്ച് കറണ്ടിൻ്റെ ദിശ മാറും, ഡയറക്ഷൻ മാറും. കറണ്ടിൻ്റെ ദിശ മാറുന്നതിനനുസരിച്ച് വീണ്ടും ആ നോർത്ത് പോള്, ഈ സൗത്ത് പോൾ ഇവിടെ എത്തുമ്പോഴേക്കും നോർത്ത് പോളാകും. ആ നോർത്ത് പോള് സൗത്ത് പോളിൻ്റെ അടുത്തെത്തുമ്പോഴേക്കും സൗത്ത് പോളാവും. അപ്പോൾ വീണ്ടും നോർത്തും തമ്മിൽ വികർഷിക്കും, സൗത്തും തമ്മിൽ. മക്കളെ, ഇത് കറങ്ങിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ ഇങ്ങനെയൊന്നും വിവരിക്കേണ്ട ആവശ്യമില്ല, പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്രയുള്ളൂ, വളരെ സിമ്പിളായിട്ട് പറയാം.
ഒരു ഫീൽഡ് മാഗ്നറ്റ്, ഒരു ആർമേച്ചർ, സ്പ്ലിറ്റ് റിങ്ങുകൾ, ഗ്രാഫൈറ്റ് ബ്രഷുകൾ എന്നിവയാണ് ഒരു DC മോട്ടോറിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഒന്നുകൂടെ പറയാം. ഫീൽഡ് മാഗ്നറ്റ്, ആർമേച്ചർ, സ്പ്ലിറ്റ് റിങ്ങുകൾ, ഗ്രാഫൈറ്റ് ബ്രഷുകൾ എന്നിവയാണ് DC മോട്ടോറിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. കറണ്ട് കടന്നു പോകുമ്പോൾ ആർമേച്ചർ കോയിലിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ ആർമേച്ചർ ഒരു മാഗ്നറ്റായിട്ട് മാറും, ഇലക്ട്രോ മാഗ്നറ്റായിട്ട് മാറും. ആ മാഗ്നറ്റിൻ്റെ നോർത്ത് പോളും അവിടെയുള്ള ഫീൽഡ് മാഗ്നറ്റിൻ്റെ നോർത്ത് പോളും തമ്മിൽ റിപ്പൽഷൻ ഉണ്ടായിരിക്കും. സൗത്തും തമ്മിൽ റിപ്പൽഷൻ ഉണ്ടായിരിക്കും. അതുകൊണ്ട് അവ വികർഷിച്ച് റൊട്ടേറ്റ് ചെയ്യും. ആർമേച്ചർ കറങ്ങാൻ തുടങ്ങും. ഇങ്ങനെ ആർമേച്ചർ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കറണ്ടിൻ്റെ R1 R2 എന്ന റിങ്ങുകളുടെ സ്ഥാനം മാറിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ച് ആർമേച്ചറിലൂടെയുള്ള കറണ്ടിൻ്റെ ദിശ മാറും. ദിശ മാറുന്നതിനനുസരിച്ച് പിന്നെ വീണ്ടും ഇത് കറങ്ങിക്കൊണ്ടേയിരിക്കും എന്ന് മാത്രമേ നിങ്ങൾ മനസ്സിലാക്കേണ്ടുള്ളൂ. ഇത് വിവരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതാണ് മോട്ടോർ പ്രിൻസിപ്പിൾ അനുസരിച്ച് വർക്ക് ചെയ്യുന്ന ഉപകരണം. ഈ ഉപകരണത്തിൻ്റെ പേര് DC മോട്ടോർ. അപ്പോൾ മോട്ടോർ പ്രിൻസിപ്പിൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് DC മോട്ടോർ. DC മോട്ടോറിൻ്റെ ഘടന നമ്മൾ വരച്ചു. അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ അത് മനസ്സിലാക്കുക, അത് പഠിക്കുക. ഓക്കെ. ഇനി അപ്പോൾ DC മോട്ടോറിൻ്റെ ചിത്രം വരച്ചു. അതിൻ്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്തി. ഇതൊക്കെ നോട്ട്ബുക്കിൽ വരച്ചിട്ട് നിങ്ങൾ എഴുതി വെക്കണം. അതുപോലെ തന്നെ ഇത് വൈദ്യുതി കടന്നു പോകുമ്പോൾ ഇത് കറങ്ങും എന്ന് മനസ്സിലായി. ഇതാണ് മോട്ടോർ. ഇനി മോട്ടോറിൽ, ഇലക്ട്രിക് മോട്ടോർ അല്ലത്, ഈ മോട്ടോറിൽ നടക്കുന്ന എനർജി ചേഞ്ച് എന്താ? ഊർജ്ജമാറ്റം. ഇതിക്ക് ഏത് കറണ്ടാണ് നമ്മൾ കടത്തിവിട്ട്? വൈദ്യുതോർജ്ജം കടന്നു പോകുമ്പോൾ എന്താ സംഭവിക്കുക? കറങ്ങല്ല ചെയ്യുന്നത്. കറങ്ങണിന് യാന്ത്രികോർജ്ജം എന്നാ പറയാം. അപ്പോൾ വൈദ്യുതോർജ്ജം എന്തായി മാറി? യാന്ത്രികോർജ്ജമായി മാറി. യാന്ത്രികോർജ്ജമായി മാറി. ഇലക്ട്രിക് എനർജി കൺവേർട്ട് ഇൻറ്റു മെക്കാനിക്കൽ എനർജി. ഇലക്ട്രിക് മോട്ടോറിൽ നടക്കുന്ന എനർജി ചേഞ്ച്. വാട്ട് ഈസ് ദ എനർജി ചേഞ്ച് ടേക്സ് പ്ലേസ് ഇൻ ഇലക്ട്രിക് മോട്ടോർ? ഇൻ ആൻ ഇലക്ട്രിക് മോട്ടോർ, ഇലക്ട്രിക്കൽ എനർജി കൺവേർട്ട് ഇൻറ്റു മെക്കാനിക്കൽ എനർജി. ഒരു വൈദ്യുത മോട്ടോറിൽ വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് എന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഇതാണ് മോട്ടോർ, ഇലക്ട്രിക് മോട്ടോർ. അതിൻ്റെ ഭാഗങ്ങൾ മനസ്സിലാക്കി. ഇനി മോട്ടോർ പ്രിൻസിപ്പിൾ അനുസരിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഉപകരണം കൂടെ പരിചയപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. മോട്ടോർ പ്രിൻസിപ്പിൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന മറ്റൊരു ഉപകരണമാണ് ലൗഡ് സ്പീക്കർ. എന്താ ലൗഡ് സ്പീക്കർ എന്ന് നമുക്ക് നോക്കാം. ലൗഡ് സ്പീക്കറിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഞാൻ അവിടെ വരച്ച് കാണിച്ചു തരാം. ഇതൊരു കാഹളം പോലുള്ളൊരു സാധനമാണ്, നമുക്കറിയാം. ഇതും ഒരു പേപ്പർ കോൺ എന്ന പറയപ്പെടുന്നൊരു ഡയഫ്രം ഉണ്ട്. വളരെ കട്ടി കുറഞ്ഞ ചെറിയ പ്രഷർ മർദ്ദം ഉണ്ടെങ്കിൽ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നൊരു സാധനമാണ് പേപ്പർ കോൺ. ഇനി ഇവിടെ ഒരു കമ്പിച്ചുള്ളുണ്ടായിരിക്കും. കമ്പിച്ചുള്ളു നിൽക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഉള്ളിലാണ്. നോർത്ത് പോളിൻ്റെയും സൗത്ത് പോളിൻ്റെയും ഇടയിലാണ് ഒരു കോയിൽ നിൽക്കുന്നത്. മക്കളെ, ഇതാണ് ശരിക്കും പറഞ്ഞാൽ എന്ത്? ലൗഡ് സ്പീക്കർ. ഇനി ഈ ലൗഡ് സ്പീക്കറിലേക്ക് കറണ്ട് വരും. എവിടുന്ന് വരും? മൈക്രോഫോണില്ലേ? മൈക്രോഫോണിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ശബ്ദോർജ്ജം വൈദ്യുതോർജ്ജമായിട്ട് മാറും. കറണ്ട് ഉണ്ടാവും, നമ്മളെ ശബ്ദത്തിൽ നിന്ന് കറണ്ട് ഉണ്ടാവും. ഈ കറണ്ട് വയറിലൂടെ ഇങ്ങനെ വന്നിട്ട് ആംപ്ലിഫയറിലേക്ക് പോകും. ആംപ്ലിഫയർ എന്നത് ശക്തിയുള്ള കറണ്ടാക്കി മാറ്റിയിട്ട് ലൗഡ് സ്പീക്കറിലേക്ക് വരും. ലൗഡ് സ്പീക്കറിൻ്റെ ഈ വയറിൻ്റെ രണ്ടറ്റുണ്ടല്ലോ, ഇതിമ്മ കൂടെ കറണ്ട് വരിക. അപ്പോൾ ഇതിമ്മ കൂടെ കറണ്ട് വരും. ഇതിമ്മ കൂടെ കറണ്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ പോകും. ഇതാണ്. അപ്പോൾ ഈ കോയിലുമ്പോൾ കൂടെ കറണ്ട് പോകുമ്പോൾ മക്കളെ, ഇത് നോർത്ത് പോളും സൗത്ത് പോളും ആവില്ലേ? ഇത് മാഗ്നറ്റ് ആവില്ലേ? ഈ കോയിൽ മാഗ്നറ്റ് ആവില്ലേ? അപ്പോൾ ഈ നോർത്തും തമ്മിൽ റിപ്പൽഷൻ ഉണ്ടാവില്ലേ? ഈ സൗത്തും തമ്മിൽ റിപ്പൽഷൻ ഉണ്ടാവില്ലേ? മക്കളെ, അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? നോർത്തും തമ്മിൽ വികർഷിക്കും, സൗത്തും തമ്മിൽ വികർഷിക്കും. അപ്പോൾ ഈ കോയിൽ ഇങ്ങനെ ഇളകും, വൈബ്രേറ്റ് ചെയ്യും. ഇതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യും, കമ്പനം ചെയ്യും. ഈ കോയിൽ കമ്പനം ചെയ്യുമ്പോൾ ഈ കോയിലുമായി ബന്ധപ്പെട്ട ഈ പേപ്പർ കോണും കമ്പനം ചെയ്യും,
വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ ഇതിൽ നിന്ന് സൗണ്ട് പുറത്ത് വരും. സൗണ്ട് മനസ്സിലായോ? ശബ്ദം പുറത്ത് വരും. ഇതാണ് ലൗഡ് സ്പീക്കർ. മക്കളെ, ഇത് മോട്ടോർ പ്രിൻസിപ്പിൾ അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതിൽ കൂടെ കറണ്ട് കടന്നു പോകുമ്പോഴല്ലേ ഇത് കാന്താവണത്, മാഗ്നറ്റ് ആവണത്. ഈ മാഗ്നറ്റ് ആയതുകൊണ്ടല്ലേ ഈ നോർത്ത് പോൾ സൗത്ത് പോളും തമ്മിലൊരു പ്രതിപ്രവർത്തനം ഉണ്ടായത്, റിപ്പൽഷൻ ഉണ്ടായത്. ആ റിപ്പൽഷൻ ഉണ്ടായതുകൊണ്ടല്ലേ അത് കമ്പനം ചെയ്തത്, കോയിൽ ഇങ്ങനെ ഇളകിയത്. ഈ കോയിൽ ഇളകിയോണ്ടല്ലേ ഈ പേപ്പർ കോണ് കമ്പനം ചെയ്തത്, വൈബ്രേറ്റ് ചെയ്തത്. അതുകൊണ്ടല്ലേ സൗണ്ട് ഉണ്ടായത്. അപ്പം ഇതാണ് ലൗഡ് സ്പീക്കർ. അപ്പോൾ ലൗഡ് സ്പീക്കറിൽ എന്താ സംഭവിക്കണേ? ഇലക്ട്രിക് എനർജി ഇങ്ങോട്ട് നോക്കൂ. വൈദ്യുതോർജ്ജം ഇതിൽ കൂടെ കടന്നു പോകുമ്പോൾ അത് മാഗ്നറ്റായി, മാഗ്നറ്റും തമ്മിൽ ഒരു ഇൻട്രാക്ഷൻ ഉണ്ടായി. അപ്പോൾ ഒരു ഫോഴ്സ് ഉണ്ടായി. ആ ഫോഴ്സിൻ്റെ ഫലമായിട്ട് അത് വൈബ്രേറ്റ് ചെയ്തു, അത് പിന്നെ കമ്പനം ചെയ്തു. അത് കമ്പനം ചെയ്യുമ്പോൾ ലൗഡ് സ്പീക്കറിലെ പേപ്പർ കോണും കമ്പനം ചെയ്യും, ശബ്ദം ഉണ്ടാവും. ഒന്നും കൂടെ പറഞ്ഞുതരാം. കോയിലിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ ഇതിനെ വോയിസ് കോയിൽ എന്നാ പറയട്ടോ. വോയിസ് കോയിൽ. ഇതിൻ്റെ ഭാഗങ്ങൾ മനസ്സിലാക്കണം. ഇത് വോയിസ് കോയിൽ. ഈ കോയിലിനെ നമ്മൾ വിളിക്കേണ്ടത് വോയിസ് കോയിൽ. ഇത് ഫീൽഡ് മാഗ്നറ്റ്. വോയിസ് കോയിൽ. ഇത് പേപ്പർ കോൺ. ഈ 3 സാധനങ്ങളെ ഉള്ളൂ നമ്മൾ പറയേണ്ടത്. പേപ്പർ കോൺ, ഫീൽഡ് മാഗ്നറ്റ്, വോയിസ് കോയിൽ. ഈ 3 ഭാഗങ്ങളാണ് ഒരു ലൗഡ് സ്പീക്കറിനുള്ളത്. വോയിസ് കോയിലിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ അത് മാഗ്നറ്റ് ആകും, കാന്താകും, വൈദ്യുത കാന്താണ്. ഈ കാന്തം മറ്റൊരു കാന്തത്തിൻ്റെ ഇടയിലായതുകൊണ്ട് അവ തമ്മിൽ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടാകും, ഇൻട്രാക്ഷൻ ഉണ്ടാവും. അതിൻ്റെ ഫലമായി കോയിൽ കമ്പനം ചെയ്യും, വൈബ്രേറ്റ് ചെയ്യും. കോയിൽ വൈബ്രേറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായി ലൗഡ് സ്പീക്കറിലെ പേപ്പർ കോൺ വൈബ്രേറ്റ് ചെയ്യും, കമ്പനം ചെയ്ത് ശബ്ദോർജ്ജം ഉണ്ടാകും. വൈദ്യുതോർജ്ജത്തെ ശബ്ദോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണമാണ് ലൗഡ് സ്പീക്കർ. ഇത് മോട്ടോർ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ്. അപ്പം മോട്ടോർ പ്രിൻസിപ്പിൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന 2 ഉപകരണങ്ങൾ: ഒന്ന് ഇലക്ട്രിക് മോട്ടോർ, 2 ലൗഡ് സ്പീക്കർ. മറക്കണ്ട, ലൗഡ് സ്പീക്കറിൻ്റെ ചിത്രമൊക്കെ വരച്ചിട്ട് ഇത് മോട്ടോർ തത്വം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്ന് എഴുതി വെക്കണം. എങ്ങനെ ഇതിൻ്റെ പ്രവർത്തനമൊക്കെ നോക്കിക്കണ്ട് എഴുതി വെക്കുക. അങ്ങനെ നിങ്ങൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ, ഇന്ന് നമ്മളെടുത്ത ക്ലാസ് നോട്ടാക്കി വളരെ കൃത്യമായി എഴുതി വെക്കണം. 2 കാര്യങ്ങൾ പഠിച്ചു. 3 കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒന്ന് മോട്ടോർ തത്വം എന്താണെന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി ഒരു യൂക്കാന്തെടുത്ത് അതിൻ്റെ അടിയിലൊരു കണ്ടക്ടർ വെച്ച് വൈദ്യുതി കടത്തി വിട്ടപ്പോൾ കണ്ടക്ടർ തെറിച്ചു. അപ്പം ഒരു ഫോഴ്സ് ഉണ്ടാകും നമ്മൾ പഠിച്ചു. ഇതാണ് പിന്നെ മോട്ടോർ തത്വം എന്താണെന്ന് പഠിച്ചു. ഇനി മോട്ടോർ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചാലകത്തിലൊരു ബലം അനുഭവപ്പെടുമെന്നും ആ ബലത്തിൻ്റെ ദിശ കണ്ടുപിടിക്കാൻ വേണ്ടി ഫ്ലെമിങ്ങിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ മോട്ടോർ തത്വം അനുസരിച്ച് പ്രവർത്തിക്കുന്ന 2 ഉപകരണങ്ങൾ, ഒന്ന് ഇലക്ട്രിക് മോട്ടോറും 2 ലൗഡ് സ്പീക്കറും. ഇലക്ട്രിക് മോട്ടോറിൻ്റെ ചിത്രം നമ്മൾ വരച്ചു, ഭാഗങ്ങളെ അടയാളപ്പെടുത്തി. അതുപോലെ തന്നെ ലൗഡ് സ്പീക്കറിൻ്റെ ചിത്രം വരച്ചു, ഭാഗങ്ങൾ അടയാളപ്പെടുത്തി. ക്ലിയർ അല്ലേ? ഇത്രയും നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നോട്ടിൽ എഴുതി കൃത്യമായി നിങ്ങൾ എഴുതി വെക്കുക, നന്നായി പഠിക്കുക. മനസ്സിലായല്ലോ? അപ്പം ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് ഈ ക്ലാസ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ട് ഷെയർ ചെയ്യണം. ആദ്യമായി വീഡിയോ കാണുന്ന കുട്ടികൾ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്തിയാൽ പിന്നീട് ഞാനിടുന്ന തുടർച്ചയായ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പം നന്നായി പഠിക്കുക. അങ്ങനെ നല്ല കുട്ടികളായി ഇനി തിരിച്ചു വരുമ്പോൾ നമ്മൾ സ്കൂൾ തുറക്കുന്ന സമയത്ത് ഇതൊക്കെ നമുക്ക് റിവിഷനായിട്ട് പരീക്ഷയായിട്ട് നടത്തുമ്പോൾ നല്ല സ്കോർ വാങ്ങാൻ നിങ്ങൾക്ക് കഴിയണം. എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.